തുടർച്ചയായ 5ാം വർഷവും കുട്ടികൾക്കായി വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ച തൊട്ടിൽപ്പാലം പഞ്ചായത്ത് മുക്ക് നളന്ദ സ്പോർട്സ് ക്ലബ്ബ്. ഇന്ത്യൻ വോളിബോളിന് ഒട്ടനവധി താരങ്ങളെ സംഭാവന ചെയ്ത തോമസ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള വോളിബോൾ അക്കാദമി പരിശീലകരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. കാവിലുംപാറ പഞ്ചായത്തിലെ തൊട്ടിൽപ്പാലം വോളിബോളിന്റെ ഈറ്റിലമാണ്. 30 വർഷങ്ങൾക്ക് മുൻപ് യങ് ഫൈറ്റേഴ്സ് തൊട്ടിൽപ്പാലമാണ് വോളിബോൾ കോച്ചിംഗ് ക്യാമ്പുകൾക്ക് തുടക്കം കുറിച്ചത്. പിന്നീട് വോളിബോൾ അക്കാദമിയിൽ നിന്നും നിരവധി പേർ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു. ടോം ജോസഫിലൂടെ അർജുന അവാർഡും തൊട്ടിൽപ്പാലത്തെത്തി. അതിന്റെ തുടർച്ചയെന്നോണമാണ് നളന്ദ സ്പോർട്സ് ക്ലബ്ബ് അവധിക്കാല വോളിബോൾ കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് പുതിയ താരങ്ങളെ കണ്ടെത്തുന്നത്. NIS കോച്ച് PA തോമസ് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശീലനം നൽകുന്നത്. നളന്ദ സ്പോർട്സ് ക്ലബിന്റെ പരിശീലന കേന്ദ്രമായ തൊട്ടിൽപ്പാലം ബഡ്സ് സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ CP ഗോവിന്ദൻ, VK പ്രദീപൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ ചെമ്പനോട എന്നിവർ കുട്ടികൾക്ക് പരിശീലനം നൽകി. തൊട്ടിൽപ്പാലത്തിന്റെ മണ്ണിൽ നിന്നും ഇനിയും താരങ്ങൾ പിറവിയെടുക്കുമെന്നും ക്യാമ്പിൽ മികച്ച രീതിയിലുള്ള പരിശീലനമാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചതെന്നും PA തോമസ് മാസ്റ്റർ പറഞ്ഞു. കുട്ടികളുടെ കായികക്ഷമത വളർത്തുക, അതോടൊപ്പം തന്നെ കുട്ടികളിലെ വോളിബോളിൻ്റെ ബാലപാഠങ്ങൾ, ബേസിക് സ്കിൽസ് പഠിപ്പിക്കുക എന്നായിരുന്നു ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 21 ദിവസങ്ങളായി നടത്തപ്പെട്ട ഈ ക്യാമ്പിൽ ഈ 2 കാര്യങ്ങളും പ്രത്യേകിച്ച് പരിശീലകർ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാനും പ്രദീപൻ മാഷും ജോൺസണും ആണ് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുത്തത്. തീർച്ചയായിട്ടും കാവിലുംപാറയുടെ മഹത്തായൊരു പാരമ്പര്യമുള്ള പഞ്ചായത്താണ് കാവിലുംപാറ. ഇൻ്റർനാഷണൽ പ്ലേയേഴ്സുകളെ, ധാരാളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി താരങ്ങളെ സംഭാവന ഈ കാവിലുംപാറയ്ക്ക് നളന്ദയുടെ ഈ ഉദ്യമത്തിൽ നിന്ന്, ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിൽ നിന്ന് പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്യാമ്പിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും നല്ലൊരു അനുഭവമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. എനിക്കിവിടെ ആദ്യം വന്നപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം ഇവിടെ കണ്ടത് വലിയ ചേട്ടന്മാരെയും ചേച്ചിമാരെയൊക്കെയാണ്. എന്നാൽ 2-3 ദിവസം ഈ ക്യാമ്പ് പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറി. എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടു. ഇത്രയും ദിവസത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെ വരണോ വേണ്ടിയോ. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് തോന്നുകയാണ് വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായിപ്പോയിരുന്നു. ഇന്ത്യൻ വനിതാ വോളിബോൾ ടീം ക്യാപ്റ്റനായിരുന്ന രേഖ S, സായി കോച്ച് സൂരജ് ബാബു, ഖേലോ ഇന്ത്യ സെന്ററിലെ ദേവതീർത്ഥ CP, റെയിൽവേ താരം രാജീവ് തുടങ്ങിയവർ ക്യാമ്പിൽ ഓരോ ദിവസങ്ങളിലായി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തി. കളിയിൽ ഉയരക്കുറവ് എന്ന പരിമിതിയെ മറികടന്ന് ഇന്ത്യൻ വോളിബോളിന്റെ നായികാസ്ഥാനത്തെത്തിയതിന്റെ അനുഭവങ്ങൾ രേഖ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. കഴിവ് കുറവെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും പറയും ഹൈറ്റ് കുറവാണ്, ഈ പ്ലെയറിന് ഹൈറ്റ് കുറവാണ് എന്നെല്ലാവരും എപ്പം കളിക്കാൻ പോയാലും എന്നെ അതാക്കുക. അപ്പോൾ എനിക്ക് തോന്നി എക്സ്ട്രാ എന്തെങ്കിലും ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. അപ്പം ഞാൻ കൂടുതൽ റിസപ്ഷനിൽ ശ്രദ്ധിച്ച്, ഡിഫൻസിൽ ശ്രദ്ധിച്ച്, എൻ്റെ പാർട്ട് ഏതാണ് നല്ലതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, പിന്നെ പവറാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യം. ഞാൻ വെച്ചടിക്കും, ബോൾ കിട്ടിയാൽ ഞാൻ വെച്ചടിക്കും. അതാണ് എൻ്റെ ഒരു വിജയമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെയാണ്. തുടർച്ചയായി 5ാം വർഷവും ക്യാമ്പ് ഒരുക്കാൻ കഴിഞ്ഞതിൽ നളന്ദ സ്പോർട്സ് ക്ലബ്ബ് സംഘാടകരും ഏറെ സന്തോഷത്തിലാണ്. 5ാമത്തെ വോളിബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ സമാപിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പ്രശസ്തരായ തോമസ് മാസ്റ്റർ, CP ഗോവിന്ദേട്ടൻ, പ്രദീപൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ദേവതീർത്ഥ, സൂരജ് ബാബു എന്നീ NIS നേടിയ പ്രമുഖരായ കോച്ചുകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ക്യാമ്പ് നടന്നത്. 59ഓളം കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും തുടർച്ചയായ പല സ്കൂളുകളിലേക്കും പല ക്യാമ്പുകളിലേക്കും കുട്ടികൾ മാറിയതിനാൽ ഇപ്പോൾ ഏകദേശം 35ഓളം കുട്ടികൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്കിലും ഈ കുട്ടികളിൽ നല്ലൊരു ശതമാനം കുട്ടികളും നല്ല ഒരു വോളിബോൾ പ്ലെയേഴ്സായി മാറാൻ കഴിവുള്ള കുട്ടികളാണ്. ഇതേ കോച്ചിങ് ക്യാമ്പ് ഒരു 2-3 വർഷം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. 21 ദിവസം നീണ്ടുനിന്ന വോളിബോൾ ക്യാമ്പിന്റെ സമാപന സമ്മേളനം കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്
മേഘ പൊയിലൂപ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. KT മോഹനൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.